ഹേ ഗായ്സ്, നമുക്ക് OET റീഡിംഗ് പാർട്ട് ബിയിലെ ഒരു 3 ക്വസ്റ്റ്യൻസ് നോക്കാം. വിത്തൗട്ട് എനി ഡിലേ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. സോ ദി ക്വസ്റ്റ്യൻ ഈസ്, ഇഫ് വാക്സിൻസ് ഹാവ് ബീൻ സ്റ്റോർഡ് ഇൻകറക്റ്റ്ലി, വാക്സിൻസ് ഇൻകറക്റ്റ്ലി സ്റ്റോർ ചെയ്യുവാണെങ്കിൽ എന്നാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴത്തേക്കും ക്വസ്റ്റ്യൻ ഫസ്റ്റ് നമ്മൾ നന്നായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. എന്നിട്ട് ആ ഒരു പാസേജ് നമ്മൾ വായിക്കുമ്പോഴത്തേക്കും ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്തുകൊണ്ട് വേണം അത് നമ്മൾ വായിക്കേണ്ടത്. സോ നമുക്ക് പാരയിലോട്ട് പോവാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് അത് വായിച്ചു, ഞാൻ ടൈം ഡിലേ ആവാതിരിക്കാൻ ഞാൻ വായിച്ചു പോകും. പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുന്നതും അതായിരിക്കും. നിങ്ങൾ വെറുതെ വായിച്ചു പോകുന്നതിനാട്ടിലും വായിക്കുമ്പോൾ തന്നെ നിങ്ങളത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വായിക്കുക. ലൈക്ക് ഇപ്പോൾ കോൾഡ് ചെയിൻ എന്ന് പറയുന്നത് വാക്സിൻ ട്രാൻസ്പോർട്ടും സ്റ്റോർ ചെയ്യാനും വേണ്ടിയിട്ടാണ്. ഇത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ എസെൻഷ്യലാണ്. പർപ്പസ് ബിൽഡ് റെഫ്രിജറേറ്റേഴ്സ് നമ്മൾ ഉപയോഗിക്കും. ഡൊമസ്റ്റിക് റെഫ്രിജറേറ്റേഴ്സ് നമ്മൾ അത്ര പ്രോപ്പറായി ഡിസൈൻ ചെയ്യാറില്ല ഇതിന് വേണ്ടിയിട്ട്. കോൾഡ് ചെയിൻ ബ്രീച്ചസ് സംടൈംസ് ഒക്കെ ആവും. നമ്മളപ്പോൾ അത് ഡു നോട്ട് ഡിസ്കാർഡ്, നമ്മൾ ഡിസ്കാർഡ് ചെയ്യാനായിട്ട് പാടില്ല. നമ്മളത് ഐസൊലേറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യണം. ആരെയൊക്കെ ഹയർ അതോറിറ്റീസിനെയൊക്കെ നമ്മൾ കോൺടാക്ട് ചെയ്യണം എന്നാണല്ലേ ഇവർ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, നിങ്ങൾ ക്വസ്റ്റ്യൻ ഈ പാരയിൽ എവിടെയാണ് വരുന്നതെന്ന് നോക്കണം അല്ലേ. പിന്നെ ഇവിടെ ക്വസ്റ്റ്യൻ എന്തുവാ, ഇഫ് വാക്സിൻസ് ഹാവ് ബീൻ സ്റ്റോർഡ് ഇൻകറക്റ്റ്ലി, വാക്സിൻ ഇൻകറക്റ്റ്ലി സ്റ്റോർ ചെയ്യുവാണെങ്കിൽ. അപ്പം ഡയറക്റ്റ് അങ്ങനെ ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷേ അപ്പോൾ ആദ്യമൊക്കെ അവർ മൊത്തം ഇൻട്രൊഡക്ഷനാണ് പറയുന്നത്. പക്ഷേ ഇടയ്ക്ക് ഒരെണ്ണം വരുന്നുണ്ട്, ഡിസ്പൈറ്റ് ബെസ്റ്റ് പ്രാക്ടീസ്. സിക്സ്ത് ലാസ്റ്റ് പോയിന്റിൽ നിങ്ങൾ നോക്കുക. ഇപ്പം ഞാൻ ഈ കളർ മാർക്കേഴ്സൊന്നും ഇപ്പോൾ ഇതിൽ ഉപയോഗിച്ചിട്ടില്ല. ഇതൊരു എൻ്റെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് കമ്മിങ് വീഡിയോസിൽ ഞാൻ ഈ ഫ്ലോസൊക്കെ കറക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾ ഈ സിക്സ്ത് ലാസ്റ്റ് ലൈനിലോട്ട് നോക്കുക. ഡിസ്പൈറ്റ് ബെസ്റ്റ് പ്രാക്ടീസസ്, അത് നമുക്കൊരു ഒരു കീ പോയിൻ്റ് ആണ്. ഇത്ര ബെസ്റ്റ് പ്രാക്ടീസസ് ഉണ്ടെങ്കിൽ പോലും കോൾഡ് ചെയിൻ ബ്രീച്ചസ് ചില സമയത്ത് ഉണ്ടാകാറുണ്ട്. അതാണ് ഇവരോട് ഒരു സിനോണിമിക്കലായിട്ട് ഉദ്ദേശിച്ചേക്കണം. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മളത് ഡിസ്കാർഡ് ചെയ്യാൻ പാടില്ല, ഐസൊലേറ്റ് ചെയ്യണം, കോൺടാക്ട് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്കിനി ഓപ്ഷൻസിലോട്ട് പോകാം. ദി ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ദിസ് ഷുഡ് ബി റിപ്പോർട്ട്, ഇത് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ഇവിടെ പറയുന്നുണ്ടോ? യെസ്, കോൺടാക്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ടല്ലേ. അതൊരു സിമിലാരിറ്റി ആണല്ലേ. അവരെ കോൺടാക്ട് ചെയ്യണം അല്ലെങ്കിൽ അവർക്ക് റിപ്പോർട്ട് ചെയ്യണം, സെയിം സിനോണിമിക്കലാണല്ലേ. നമുക്കത് ഹോൾഡ് ചെയ്ത് വെക്കാം. ഓപ്ഷൻ ബി, ദി സ്റ്റാഫ് ഷുഡ് ഡിസ്പോസ് ഓഫ് ദം സെക്യൂർലി, സ്റ്റാഫ് അതിനെ ഡിസ്പോസ് ചെയ്തിരിക്കണം. അങ്ങനെയാണോ ഇവിടെ പാരയിൽ പറയുന്നത്? പാരയിൽ എന്തോ പറയുന്നത്, ഡു നോട്ട് ഡിസ്കാർഡ്, അത് ഡിസ്കാർഡ് ചെയ്യാൻ പാടില്ല. ഡിസ്കാർഡ്, ഡിസ്പോസ് ഒരേ സിനോണിംസ് ആണ് കേട്ടോ. അത് ചെയ്യാൻ പാടില്ല എന്നാണ് അവർ പറയുന്നത്. ഇവിടെ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത് ഓപ്ഷനിൽ. അപ്പോൾ അത് ഓപ്ഷൻ നമുക്ക് ഡയറക്റ്റ്ലി എലിമിനേറ്റ് ചെയ്യാം. ഹോൾഡ് ബാക്ക് പോലും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഓപ്ഷൻ സി, ദേ ഷുഡ് ബി സെൻഡ് ബാക്ക് ടു ദി സപ്ലയർ, സപ്ലയറിന് തന്നെ തിരിച്ച് സെൻഡ് ബാക്ക് ചെയ്യണം, തിരിച്ച് അവർക്ക് റിട്ടേൺ ചെയ്യണം എന്ന് എവിടെയെങ്കിലും ഇവിടെ പറയുന്നുണ്ടോ? ഇല്ല. അവരിവിടെ പറയുന്നത് എന്തുവാ, നമ്മളത് ഡിസ്കാർഡ് ചെയ്യാൻ പാടില്ല, നമ്മൾ തന്നെ ഐസൊലേറ്റ് ചെയ്യണം, എന്നിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യണമെന്നേ പറയുള്ളൂ. കോൺടാക്ട് ചെയ്തിട്ട് തിരിച്ച് അയക്കണമെന്ന് പോലും നമ്മളവിടെ പറയുന്നില്ല. സോ നമുക്കത് എലിമിനേറ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ ഹോൾഡ് ബാക്ക് ചെയ്ത് ഓപ്ഷൻ എയിലോട്ട് വരാം. നമ്മളത് റിപ്പോർട്ട് ചെയ്യണം. യെസ്, നമ്മളിവിടെ പറയുന്നുണ്ട് കോൺടാക്റ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. കോൺടാക്റ്റിനൊരു സിനോണിമിക്കലായിട്ടാണ് അവരിവിടെ റിപ്പോർട്ടഡ് എന്ന് പറഞ്ഞേക്കുന്നത്. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ എ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ദി എക്സ്ട്രാക്ട്, പ്രയോർ ടു മേക്കിംഗ് എ ഹോം വിസിറ്റ് ദ നേഴ്സസ് മസ്റ്റ്, ഒരു ഹോം വിസിറ്റ് ചെയ്യുന്നതിന് മുന്നേ നേഴ്സ് മസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കേണ്ട കാര്യം. പാരയിലോട്ട് പോകും. ഒരു നേഴ്സ് റെഡി ആകുമ്പോഴത്തേക്കും, അതായത് മീൻസ് ഹോം വിസിറ്റിന് പോകുമ്പോഴത്തേക്കും ഒരു 2 സ്റ്റാഫ് മെമ്പേഴ്സിനോട് പറയണം ദാറ്റ് ഷീ ഈസ് കമൻസിങ് ദി ഹോം വിസിറ്റ് എന്ന് പറയണം. വിത്ത് വൺ ഓഫ് ദി സ്റ്റാഫ് മെമ്പർ വന്നിട്ട് ഹെർ മൂവ്മെൻറ്റ്സിന് ലോഗ് ചെയ്തേക്കണം. മോർ ദാൻ 1 പേഴ്സൺ എങ്കിലും അവെയർ ആയിരിക്കണം. ഫെയിലിയർ ടു ഡൂ സോ, എന്തെങ്കിലും ബ്രേക്ക് ഡൗൺ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. ഓൺ റിട്ടേൺ ടു ദി പ്രാക്ടീസ്, നമ്മളൊരു പാര വായിക്കുമ്പോഴേ ഈ ഒരു ലൈൻ്റെ ഫസ്റ്റ് ഉള്ള, ഇപ്പം ഈ ഇതിൽ ഇപ്പോൾ കണ്ട ഓൺ റിട്ടേൺ ടു ദി പ്രാക്ടീസ്, ലാസ്റ്റ് പാരയിൽ എന്തുമായിരുന്നു, ഡിസ്പൈറ്റ് ബെസ്റ്റ് പ്രാക്ടീസ്, അതൊക്കെ നമ്മൾ നോട്ട് ചെയ്യണം കേട്ടോ. ഓൺ റിട്ടേൺ ടു ദി പ്രാക്ടീസ്, തിരിച്ച് വരുമ്പോൾ അതിൻ്റെ താഴെയുള്ളത് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ വായിക്കേണ്ട ഒരു ആവശ്യം വരുന്നുണ്ടോ? ഇല്ല. കാരണം ക്വസ്റ്റ്യൻ, അതാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഒരു പാര വായിക്കുമ്പോഴത്തേക്കും ക്വസ്റ്റ്യൻ്റെ ആൻസർ അന്വേഷിച്ച് കൊണ്ട് വേണം പാര വായിക്കേണ്ടത്. ചിലർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പാരഗ്രാഫ് നന്നായിട്ട് ഇരുന്ന് വായിക്കും, പക്ഷേ ക്വസ്റ്റ്യൻ മൈൻഡ് ചെയ്യുന്നപ്പോഴത്തേക്കും പോവും. അപ്പോൾ പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ പിന്നെയും വായിക്കണം, പിന്നെയും പാര വായിക്കണം, നമുക്ക് അവിടെ ടൈം ഡിലേ ആവുക. അപ്പോൾ ക്വസ്റ്റ്യൻ എന്തുവാ, ഹോം വിസിറ്റിന് പോകുന്നതിന് മുന്നേ അത് ആ ഫസ്റ്റ് 5 ലൈനിലാണ് പറയുന്നത്. അതിനുശേഷം ഓൺ റിട്ടേൺ ടു ദി പ്രാക്ടീസ്, പോയിട്ട് വന്നതിന് ശേഷമുള്ള കാര്യമാണ് താഴെ പറയണേ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കത് വായിക്കേണ്ട ആവശ്യമില്ല. കാരണം ക്വസ്റ്റ്യൻ പറയുന്നത് ഹോം വിസിറ്റിന് പോകുന്നതിന് മുന്നേ ഫസ്റ്റ് 5 ലൈൻസിൽ തന്നെ നമുക്ക് നോക്കാം.
നമ്മളത് ഓൾറെഡി വായിച്ചതാണ്. ഓപ്ഷൻ എ, റെക്കോർഡ് ദി ടൈം ദി ലീവ് ദി പ്രാക്ടീസ്. അപ്പോൾ നമ്മൾ ആ പോകുന്ന ടൈം റെക്കോർഡ് ചെയ്യണം. ആ ടൈം നമ്മൾ എവിടെയെങ്കിലും എഴുതി വെക്കണം, ഡോക്യുമെൻ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഇല്ല, ചിലപ്പോൾ ചിലർക്കൊരു ഡൗട്ട് ഉണ്ടാവാം. ദാറ്റ് നമ്മൾ 2 മെമ്പേഴ്സിനോട് നമ്മൾ പറയുന്നുണ്ടല്ലോ. യെസ്, നമ്മൾ പറയുന്നുണ്ട്. അത് എന്തുവാ, അത് റിപ്പോർട്ടിങ്ങാണ്. നമ്മൾ റിപ്പോർട്ടാണ് ചെയ്തിട്ട് പോകുന്നവരോട്, അല്ലാതെ നമ്മളത് എഴുതി വെച്ചിട്ട് പോകുന്നുണ്ടോ, പോകുന്ന സമയം ടൈം റെക്കോർഡ് ചെയ്തിട്ട് നമ്മൾ പോകുന്നുണ്ടോ? ഇല്ല. എന്നാലും ചിലർക്കത് സംശയം വരും, എങ്കിൽ നമ്മൾ ഹോൾ ബാക്ക് ചെയ്ത് വയ്ക്കാം. വേറെ ഓപ്ഷൻ കറക്റ്റായിട്ട് വരുവാണെങ്കിൽ നമുക്കത് മാറ്റാം. ഓപ്ഷൻ ബി, റീഫിൽ ദെയർ ബാഗ് വിത്ത് നെസസറി ഐറ്റംസ്. പോകുന്നതിന് മുന്നേ അഫ്കോഴ്സ് നമ്മൾ റീഫിൽ ചെയ്യണമില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ഒരു ഗൈഡ് ലൈൻസിൽ അത് പറയുന്നുണ്ട്. അവർ ഫസ്റ്റേ പറയുന്നുണ്ട് ക്വസ്റ്റ്യനിൽ അക്കോർഡിംഗ് ടു ദി എക്സ്ട്രാക്റ്റിൽ അവർ പറയുന്നുണ്ട്. എക്സ്ട്രാക്റ്റിൽ അവർ ബാഗ് ഒന്നും വാക്ക് മെൻഷൻ ചെയ്യുന്നില്ല ഫസ്റ്റ് 5 ലൈൻസിൽ. അതുപോലെ തന്നെ അവർ നഴ്സിംഗ് കിറ്റ് റീസ്റ്റോക്ക് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. എപ്പോഴാ, ലാസ്റ്റ് ലൈനിലാണ് പറയുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു, റിട്ടേൺ ടു ദി പ്രാക്ടീസിന് ശേഷം നമ്മൾ വായിക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം നമ്മുടെ ക്വസ്റ്റ്യൻ ഹോം വിസിറ്റിന് മുന്നേ. അപ്പോൾ ആ ഒരു ഫസ്റ്റ് 5 ലൈനിൽ ഒരു ബാഗ് റീഫിൽ ചെയ്യണമെന്ന് പറയുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്കത് വേണ്ട. ഓപ്ഷൻ സി, കമ്മ്യൂണിക്കേറ്റ് ദെയർ ഇൻറ്റൻഷൻ ടു ദി അതേഴ്സ്. അവർ പോകുന്ന കാര്യം ബാക്കിയുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ആസ് ഓഫ് കോഴ്സ് അതാണല്ലോ അവിടെ പറയുന്നത്. ഷീ മസ്റ്റ് അഡ്വൈസ് എ മിനിമം ഓഫ് 2 സ്റ്റാഫ് മെമ്പേഴ്സ്. അവിടെ അത് പറയുന്നുണ്ടല്ലേ. സോ നമുക്കതാണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ എ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അവിടെ ടൈം റെക്കോർഡ് ചെയ്ത് വെക്കണമെന്ന് എവിടെയും പറയുന്നില്ല അവർ. ഫൈൻ. ഇനി നമുക്ക് വേറൊരു കാര്യം, ഇപ്പോൾ നമുക്ക് ഓപ്ഷനിൽ ക്വസ്റ്റ്യനിൽ നേഴ്സസ് മസ്റ്റ്, അതുപോലെ തന്നെയാണ് ഈ പാരയിൽ ആ ഫസ്റ്റ് ലൈനിൽ കണ്ടോ, ഹി ഓർ ഷീ മസ്റ്റ് സിമിലാരിറ്റി വന്നുകൊണ്ട് ഒരു മസ്റ്റ് വെച്ച് വരുവാണെങ്കിൽ ആൻസർ പാസേജിൽ നമുക്ക് ആ മസ്റ്റ് അല്ലെങ്കിൽ ഷുഡ് ഹാവ് നമുക്ക് വന്നിരിക്കും. ഇവിടെ അവർ മസ്റ്റ് അഡ്വൈസ് അതിൻ്റെ ഒരു സിനോണിമിക്കലാണ് അവരവിടെ കമ്മ്യൂണിക്കേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഫൈൻ. സോ ഹിയർ ദി ആൻസർ ഈസ് ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം നമുക്ക്. So the third question is, what is being described in this section of the guidelines? നോർമലി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ബി പാർട്ടിലെ ഓപ്ഷൻസ് നോക്കരുത് എന്നാണ് നമ്മൾ പറയുന്നതല്ലേ. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ഓപ്ഷൻസ് നമ്മൾ കണ്ണി വന്ന് പെട്ടുപോകും അല്ലേ. നമ്മൾ മോസ്റ്റ് ഓഫ് ദി ക്വസ്റ്റ്യൻസ് ഇങ്ങനെ സിമിലർ ഓപ്ഷൻസ് വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇതിന് ഓപ്ഷൻ നോക്കുന്നതിൽ തെറ്റില്ല. അപ്പോൾ എന്തുവാ, ഫസ്റ്റ് ഓപ്ഷൻ ചേഞ്ചസ് ഇൻ പ്രൊസീജിയർ, സെക്കൻഡ് ഈസ് ബെസ്റ്റ് പ്രാക്ടീസ് പ്രൊസീജിയർ, തേർഡ് ഈസ് എക്സെപ്ഷൻസ് ടു ദി പ്രൊസീജിയേഴ്സ്. അപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമ്മൾ നോക്കി പോകണം, എന്തെങ്കിലും ചേഞ്ചോ എന്തെങ്കിലും എക്സെപ്ഷനോ അല്ലെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണോ പറയുന്നത് എന്ന് നമ്മൾ നോക്കി വേണം പോകാനായിട്ട്. അപ്പോൾ നമുക്ക് പാരയിലോട്ട് പോവാം. എല്ലാ ബയോളജിക്കൽ വേസ്റ്റും നമ്മൾ കെയർഫുള്ളി സ്റ്റോർ ചെയ്യണം, പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യണം. കണ്ടാമിനേറ്റഡ് മെറ്റീരിയൽസ് എല്ലാം ഹസാർഡസ് ആണ്. ഇഫ് നമ്മളത് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കത് അഫക്റ്റഡ് ആണ്. ഇത് വളരെ എസെൻഷ്യലാണ്. ഹോസ്പിറ്റൽ പ്രോട്ടോകോൾസ് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ ചെയ്യേണ്ടത്. ഇത് ഡിസ്പോസ് ചെയ്യുമ്പോഴത്തേക്കും ടൈം കൺസ്യൂമിങ് എക്സ്പെൻസീവ് ആയതുകൊണ്ട് നോൺ കണ്ടാമിനേറ്റഡ് ഒക്കെ സെപ്പറേറ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. സെപ്പറേറ്റ് ഡിസ്പോസിബിൾ കണ്ടെയ്നേഴ്സൊക്കെ നമ്മൾ അവൈലബിൾ ആയിരിക്കണം എന്നാണ് അവരതിൽ പറയുന്നതല്ലേ. ലൈക്ക് നമുക്കിനി ഓപ്ഷൻസിലോട്ട് പോകും. ഒരു ചേഞ്ചസ് ഇൻ പ്രൊസീജിയർ, ചേഞ്ച് പറയുന്നുണ്ടോ. പണ്ട് ഇങ്ങനെയാണ് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ട് വന്നിരുന്നത്, ബട്ട് ഇപ്പോൾ നമ്മൾ ഈ ഒരു പ്രൊസീജിയറിനെ ഇപ്പോൾ ചേഞ്ച് ചെയ്യുന്നു ഫുള്ളായിട്ട് എന്നവർ എവിടെയെങ്കിലും പറയുന്നുണ്ടോ. മേ ബി നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. ആ ഒരു നോൺ കണ്ടാമിനേറ്റഡ് വേസ്റ്റ് നമ്മളവിടെ സെപ്പറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചിലർക്കൊരു ഡൗട്ട് ഉണ്ടാവും. പക്ഷേ അവിടെ അവർ പറയുന്നുണ്ടോ പണ്ട് നമ്മളിങ്ങനെ അല്ലായിരുന്നു ഇപ്പോൾ ഇങ്ങനെ മാറ്റണം, അങ്ങനെയൊന്നും അവരവിടെ പറയുന്നില്ല. സോ നമുക്കത് വരത്തില്ല. ഓപ്ഷൻ ബി, ബെസ്റ്റ് പ്രാക്ടീസ് പ്രൊസീജിയേഴ്സ്. യെസ്, അവിടെ ഫുള്ളും പറയുന്നത് എന്തോ ബെസ്റ്റായിട്ട് ഇങ്ങനെ ചെയ്യണം ഇത് എസെൻഷ്യലാണ് എന്നൊക്കെയല്ലേ അവർ പറയുന്നത്. സോ നമുക്കത് ഹോൾ ബാക്ക് ചെയ്യാൻ തേർഡ് ഓപ്ഷനും കൂടി നോക്കിയിട്ട്. എക്സെപ്ഷൻസ് ടു ദി പ്രൊസീജിയേഴ്സ്, എന്തെങ്കിലും എക്സെപ്ഷൻ പറയുന്നുണ്ടോ, ഇതിനെങ്ങനെ ചെയ്യണം, ഇതിനെങ്ങനെ ചെയ്യണം. മേ ബി അഗെയിൻ നിങ്ങൾക്ക് ആ ഒരു നോൺ കണ്ടാമിനേറ്റഡ് ലാസ്റ്റ് ലൈൻ വായിക്കുമ്പോഴേക്ക് നിങ്ങൾക്ക് അഗെയിൻ ഒരു ഡൗട്ട് ഉണ്ടാവാം. ബട്ട് അവിടെ ഒരു എക്സെപ്ഷനായിട്ട് അവരവിടെ പറയുന്നില്ല. ഒരു പെർട്ടിക്കുലർ വല്ല കീവേഡും ഒരു കണക്റ്റേഴ്സും തന്ന അവരുടെ എക്സെപ്ഷനായിട്ട് അവരവിടെ പറയുന്നില്ല. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി, ബെസ്റ്റ് പ്രാക്ടീസ് പ്രൊസീജിയേഴ്സ്. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് ഫസ്റ്റ് ഒരു 3 ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് ബിയിൽ. നെക്സ്റ്റ് വീഡിയോയിൽ റിമൈനിങ് 3 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം.